വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പപ്പിക്കുട്ടീനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടേ. അപ്പോൾ അതിന് ചുറ്റുപാട് മൊത്തം അപ്പോൾ ആ കാട് നമ്മളെ കുറച്ച് ഭാഗം കൊത്തിയിട്ട് കുറച്ചിട്ട് ക്ലീൻ ആകുക പോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ ആ പപ്പിക്കുട്ടി അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനെ കാണിക്കുന്നതാണ് ഇത് സെക്കൻഡ് പാർട്ട് എന്ന് പറയാം. ക്ലീൻ ആക്കുന്നല്ലേ? ക്ലീൻ ആക്കുന്ന വീഡിയോ ഞാൻ ചിലപ്പോൾ ഇതിൽ തന്നെ വരും. ക്ലീൻ ആക്കുന്നത് ഞാൻ ചിലപ്പോൾ ഇതിൽ തന്നെ വരും. ഇതാ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതാ എല്ലായിടത്തും ഈ സ്റ്റെപ്പ് കുറച്ച് ഇതായിട്ടുണ്ട്. അവിടെയൊക്കെ കുറച്ച് ചെത്തി മീൻസപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല. ഇതാ ഇവിടെ ലേശം കൊത്തിയിട്ട് ഇതാ കാട് കുറച്ച് അങ്ങോട്ടാക്കിനി. ഈ ഭാഗത്ത് ഇത്ര കൊത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര കൊത്തി വെച്ചു. ഈ ഭാഗം മൊത്തം ക്ലീനാക്കി. ഇതാ പറയുന്നതിനിടക്ക് അയാൾ നോക്കിക്കൊണ്ട് തന്നെ ഉണ്ട്. ഇതാ ഇവിടെ ഈ ഭാഗം കുറച്ചും കൊത്തി. ഇതെല്ലാം കൊത്തിയിട്ട് അങ്ങോട്ട് ഇടണം അത്രേ. ഇവിടെയും ഇവിടെയും. അപ്പോൾ ഞാൻ പപ്പിക്കുട്ടീനെ കാണിച്ചു തരാം. ഇറങ്ങിക്കോ ഇതാക്കേതാ വരാ. ഇതാണ് പപ്പിക്കുട്ടി. അതിൻ്റെ മുറിവ് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഇതാ മുറിവ് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഇതാണാണ് നമ്മൾ റോക്കിന്ന് പേരിട്ടു ഇതിന്. റോക്കി നല്ല ക്യൂട്ട്നെസ്സാണ്. ഇത് അതിൻ്റെ വീട് നോക്കി കഴിഞ്ഞാൽ നല്ല ക്യൂട്ട്നെസ്സാണ്. വാലാട്ടിക്കൊണ്ട് നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ. നമ്മൾ ഇതിനെ വിട്ട് പിരിയുമ്പോൾ ഇല്ലേ കുറച്ചണക്കന്നെ. നേരത്തെ അവിടുന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ വീഡിയോയിൽ കേട്ടിട്ടാന്ന് അറിയില്ല. ഇതിങ്ങനെ വലിയ ഭാഗം ഇങ്ങനെ ഒച്ച വെച്ച് നമ്മളെ വിളിക്കുന്ന പോലെ ഇത് ഇതായിക്കൊണ്ടായി അതോ. അപ്പം ഇനി കാട് കുത്തുന്ന കുറച്ചിടാം അല്ലേ അല്ലേ? വാ അടുത്ത വീഡിയോയിലിട്ടോ പോലെ. അടുത്ത വീഡിയോ പാടുന്നില്ല. വാ ഞാനിപ്പോൾ കത്തി എടുത്തിട്ടല്ല ഒരു എത്തി. എൻ്റെ ഗപ്പി ടാങ്ക് ഫുൾ അലങ്കോലായിട്ടുണ്ട്. എൻ്റെ പണ്ടത്തെ സൈക്കിൾ. ഇതാ ഗൗരാമീരെ വലിയ ടാങ്കാണ് കേട്ടോ. കാണിച്ചു തരാം. അത് കാണൂല, അടിയിലുണ്ടാവും. മീത്തൊന്നും നോക്കണ്ട വരും. വയസ്സ് വലിയ ടാങ്കാണ്. അതിന് വലുതുണ്ട്. ജലനിധിയുടെ ടാങ്കായിരുന്നു. അപ്പോൾ വെള്ളം അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അതിനെ പൊട്ടിച്ചിട്ട് വെള്ളം നിറച്ചിട്ട് ഗൗരവീന് ഇട്ടതാണ്. രണ്ടിൻ്റെ വെയിറ്റ് ചെയ്ത് നോക്കാം. കണ്ടാലായി. മീത്ത കയറി മീത്തെന്ന് കാണിച്ച. ഇതാണ്. അപ്പോൾ പുറത്തേക്ക് വരുന്നെന്ന് തോന്നുന്നില്ല. അടിയിൽ തന്നെ ഉണ്ട്. അപ്പുറത്തില്ലേ അതിനെ കണ്ടത് ഭൂരിപക്ഷമാണ്. അതിൽ 4-5 ഉണ്ട്. ഒന്നിനെ ഇപ്പോൾ ഇടക്ക് കാണുന്നില്ല. ആഴ്ചക്ക് ഇരിക്കാം. അപ്പോൾ ഇതിന് കാട് എത്തുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ ടാങ്കിലുണ്ട്. സെറ്റാക്കി വെച്ചു. നീ പറയുന്നില്ല, ഞാൻ പറയാം. വാ ചെയ്യാനേ പേടിയാണ്. കുത്തൻ മിനാർ പോലെ ഉണ്ട്. കുത്തൻ മിനാറല്ല, ബുർജ് ഖലീഫ. തന്നെ ഇതാ ഇങ്ങോട്ടാണ്. വാ നമുക്ക് ഇപ്പോൾ കാട് വെത്താം. ഇടക്ക് ക്യാമറമാനും കൊത്തും. നീ കൊത്തിക്കോളാം. കൊറ്റത്തില്ല. ഈ ചെറിയ കൊത്തിയാൾ വെച്ച് വലുതിൽ കൊത്താൽ മതി. പെരുപ്പാമ്പെല്ലാം ഉണ്ട്. പെരുപ്പാമ്പിൻ്റെ ആ സൈഡ് ഇതാ അവിടെ കാണിച്ച്. ആ ഭാഗത്ത് മൊത്തം പെരുപ്പാമ്പായിരിക്കും. നമുക്ക് പേടിയില്ല. എൻ്റെ അച്ഛൻ പാമ്പ് പിടിക്കുന്ന ആളാണ്. ഇനി അത് മൊത്തം ഇല്ലെന്ന് എൻ്റെ വീട്ടുകാരെ പറ്റിയെല്ലാം പറഞ്ഞു തരാം. ഉണ്ടെന്ന് ക്യാമറമാൻ ദേവു. ഇവിടെ ഇത്ര മതിയോ? നമ്മളെ പപ്പിക്കുട്ടനോട് പപ്പിക്കുട്ടനെ അവിടെ അല്ലേ? പപ്പിക്കുട്ടനെ അവിടെ കടന്ന് സുഖിക്കുകയാണ്. പുളി അത് മതിയല്ലോ.
ഇത് ഇവിടെ കിടക്കരടുത്ത് എന്തോ ഒരു കായ് പോലെ സാധനം ഉണ്ട്. ഇതെന്താന്ന് അറിയില്ല. ഈശ്വര ജീവിയാ അതിറാ. ഏയ് ദേവു ജീവിയോന്ന് പിടിക്കുമ്പോഴേ എന്തോ പോലെ ഉണ്ട്. ഇതാണ് സാധനം. എന്താണിത്? ക്യാമറമാൻ ആടെ കുത്തിയിട്ടുണ്ട്. നീ അല്ല വീഡിയോ എടുക്കണ്ടേ? നായിരുന്നു കുഞ്ഞിലൊഞ്ച് കളിച്ചോണ്ട് നായ് കുഞ്ഞ്. ഇതാണ് സാധനം. എന്താന്ന് അറിയില്ല. അതാ കയ്യില് മൊത്തം അതിൻ്റെ ഇത് ചൊറച്ച് കൈസ് അള്ളി. നീ പിടിച്ചേ. ഞാൻ ഇതെങ്ങനെ അങ്ങൊന്ന് എടുക്കട്ട്. ആ നല്ല വേദന ഉണ്ട് കേട്ടോ. പറയുന്ന പോലെ ഇത് മറ്റേ ഇലെല്ലാം ഉണ്ടാകുന്നില്ലേ, കരിമ്പിൻ്റെ ഇലയിലെല്ലാം ഉണ്ടാകുന്ന പോലത്തെ മുള അതിലെല്ലാം ഉണ്ടാകുന്ന പോലത്തെ മുള്ളാണ്. നല്ല വേദന ഉണ്ട്. പുതു നമ്മളെ പുതു ഉണ്ടല്ലോ, പുഴു കർണൂട് കോഴിക്കോട് അങ്ങോട്ടുള്ളവരെല്ലാം പുഴു അങ്ങനെ എന്തോന്നല്ലോ പറയാ. പുഴു അതിൻ്റെ രോമം പറ്റി കണക്കുണ്ട്. നല്ല മൂർച്ചയാണ്, നല്ല വേദനയുണ്ട്. പിന്നെ അതിനെ പറിക്കാൻ പോകണ്ട. കുറേ ഉണ്ട് അത് സാധനം. ഇവിടെ ഒക്കെ ഉണ്ട്. ഈ ഷീറ്റിൻ്റെ മുകളിലോട്ടുണ്ട് പടർന്നിട്ട് നങ്ങോളം ഉണ്ട്. അതിൽ മൊത്തം കായാണ്. നായ്ക്കുട്ടി കടന്നിട്ടുണ്ട് എന്ന് ക്യാമറമാൻ പറഞ്ഞു. നമുക്കൊന്ന് നോക്കാം. കടന്ന് നമ്മളെ നോക്കുന്നു. നായ്ക്കുട്ടീനെ പിന്നെ കാണിക്കാം. വാ നമുക്കൊന്ന് കാട് കൊത്താലോ. ഇവിടെയാണ് ഞാൻ വേണ്ട, ഞാനത് കൊത്താം. സൂക്ഷിച്ചോ, കത്തി കൊണ്ടിട്ട് നമ്മളെ പറയണ്ട. എൻ്റെ കത്തി എൻ്റെ ഭ്രാന്തുമാണ്. ഒന്നുമില്ല ഭ്രാന്തി. അത് പിന്നെ ആക്കാം. നമുക്ക് അതിന് താഴെ കൊത്താലോ. കുട്ടൻ രാജാവിരിക്കുന്ന പോലെ ഇരുന്നിട്ടുണ്ട്. ഉള്ളില് ലാസ്റ്റ് കുത്തിയാ പോരെ. ഇപ്പൊ ഇവിടെ അതടുത്ത വീഡിയോ കാണിക്കാം. ഇവിടെ മൊത്തം കുറത്താളുണ്ട്. എൻ്റെ കൈക്ക് നേരത്തെ കുത്തിയിട്ട് ഇങ്ങോട്ട് ആണെങ്കിൽ ഇവിടെ ഇവിടെ മന്ദാരത്തിന്റെ ഒരു തൈ ഉണ്ട്. ഇതുപോലെ കാണുന്നില്ല, നോക്കട്ടെ. അതുകൊണ്ടാണ് അധികം അങ്ങോട്ട് കൊത്താത്തത്. മന്ദാരത്തിന്റെ ഒരു തൈ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് അധികം അങ്ങോട്ട് കൊത്തുന്നില്ല ഞാൻ. മന്ദാരത്തിൽ ഇപ്പൊ ചാവും. എനിക്ക് ക്യാമറമാൻ കൊത്താൻ കഴിയുന്നില്ല. എന്നാ കുറച്ച് സമയം നീ കൊത്തിക്കോ. കുറത്താളുണ്ട് എൻ്റെ വാക്ക്. ദൈവം കൊത്തുന്നുണ്ട്. ആ മന്ദാരത്തിൻ്റെ